നാരങ്ങാനം പഞ്ചായത്തിൽ ബിജെപി കൊണ്ടുവന്ന അവിശ്വാസം പാളി. ക്വാറം തികയാതെ അവിശ്വാസ പ്രമേയം തള്ളി. കോൺഗ്രസ് വൈസ് പ്രസിഡന്റിനെതിരെയാണ് ബിജെപി അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നത്. അവിശ്വാസ പ്രമേയത്തിൽ നിന്നും CPIM വിട്ടുനിന്നു. കൂടുതൽ വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുന്നുണ്ട്. സുജു, ഇപ്പോൾ നാരങ്ങാനം പഞ്ചായത്തിൽ ബിജെപി കൊണ്ടുവന്ന അവിശ്വാസമാണ് പാളിയിരിക്കുന്നത്. ഈ ഒരു അവിശ്വാസ പ്രമേയത്തിൽ നിന്നും CPIM വിട്ടുനിന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? മുമ്പ് BJP പ്രസിഡന്റിനെതിരെ കോൺഗ്രസ് അവിശ്വാസം കൊണ്ടുവരികയും അവിശ്വാസം പാസ്സാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് കോൺഗ്രസ് വൈസ് പ്രസിഡന്റിനെതിരെ കോൺഗ്രസ്സുകാരനായ വൈസ് പ്രസിഡന്റിനെതിരെ അവിശ്വാസമായി BJP രംഗത്തെത്തിയത്. നാരങ്ങാനം പഞ്ചായത്തിൽ ഈ അംഗബലം തുല്യമാണ് കോൺഗ്രസും BJPയും തമ്മിലുള്ളത്. എന്നാൽ CPM ഇതുവരെയും പിന്തുണയ്ക്കുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് നറുക്കെടുപ്പിലൂടെയാണ് പഞ്ചായത്ത് പ്രസിഡന്റും അതുപോലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുത്തിരുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ തവണ കോൺഗ്രസ് BJPക്കെതിരെ അവിശ്വാസം കൊണ്ടുവന്നപ്പോൾ CPM അതിനെ പിന്തുണയ്ക്കുകയും ചെയ്തിരുന്നു. അവിശ്വാസ പ്രമേയത്തിന് പിന്തുണച്ച് വോട്ട് ചെയ്തിരുന്നു. അങ്ങനെയാണ് BJP പ്രസിഡന്റ് സ്ഥാനം നഷ്ടമായത്. ഇപ്പോഴാ BJP കൊണ്ടുവന്ന അവിശ്വാസ CPIM അംഗം പിന്തുണയ്ക്കുകയോ അല്ലെങ്കിൽ അതിനനുകൂലമായി വോട്ട് ചെയ്യുകയോ ചെയ്തില്ല. പകരം വിട്ടുനിൽക്കുകയാണ് CPIM ചെയ്തത്. അത് അല്ലെങ്കിൽ LDF ചെയ്തത്. അതോടുകൂടി തന്നെ അവിശ്വാസം കോറം തികയാതെ ഇപ്പോൾ ആ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് പോലും എടുക്കാൻ സാധിച്ചില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്ക് എടുക്കണമെങ്കിൽ അതിന്റെ കോറം തികയണം. ആ കോറം തികയണമെങ്കിൽ ഈ 50+ അംഗങ്ങൾ ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ അത് അവിശ്വാസത്തിന് അനുകൂലമായി ഇതിലേക്ക് എത്തണം. അത്തരം ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞില്ല. അതുകൊണ്ടാണ് അവിശ്വാസം ചർച്ചയ്ക്കെടുക്കാനോ അത് പാസ്സാകാനോ സാധിക്കാതെ പോയത്. ഡോണ. ശരി, നാരങ്ങാനം പഞ്ചായത്തിൽ BJP കൊണ്ടുവന്ന അവിശ്വാസമാണ് പാളിയത്. ക്വാറം തികയാതെ അവിശ്വാസ പ്രമേയം തള്ളി. ഈ ഒരു അവിശ്വാസ പ്രമേയത്തിൽ നിന്ന് CPIM വിട്ടുനിന്നു. ഇതിന്റെ വിവരങ്ങളാണ് സുജു ടി ബാബു നൽകിയത്.